കേരള ക്രൈം ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായ സുകുമാരക്കുറുപ്പ് കേസ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു. 42 വർഷമായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ക്രൈംബ്രാഞ്ച് വീണ്ടും രഹസ്യാന്വേഷണത്തിന് ഒരുങ്ങുന്നു. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ കേസ് ഫയലുകൾ വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സുകുമാരക്കുറുപ്പ് കേസ്? ആരായിരുന്നു കുറുപ്പ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശിയായ സുകുമാരക്കുറുപ്പ് ഗൾഫിൽ ഒരു കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാൻ കുറുപ്പ് ആസൂത്രണം ചെയ്തതാണ് ഈ ക്രൂരകൃത്യം. ലക്ഷ്യത്തിനായി സുകുമാരക്കുറുപ്പ് പദ്ധതികൾ മെനഞ്ഞു തുടങ്ങി. തന്റേതുമായി സാദൃശ്യമുള്ള ഒരു മൃതദേഹം കാറിലിട്ട് കത്തിച്ച് അത് സുകുമാരക്കുറുപ്പാണെന്ന് വരുത്തി തീർക്കുക, അതായിരുന്നു ആ മാസ്റ്റർ പ്ലാൻ. ഈ പ്ലാൻ നടപ്പിലാക്കാൻ അവർക്ക് ഒരു ഇരയെ ആവശ്യമായിരുന്നു. ഇതിനായി അവർ തിരഞ്ഞെടുത്തത് കുറുപ്പുമായി ശരീര സാദൃശ്യമുള്ള കരുവാറ്റ സ്വദേശിയും ഫിലിം റെപ്രസെന്റേറ്റീവുമായിരുന്ന ചാക്കോ എന്ന യുവാവിനെയായിരുന്നു. 1984 ജനുവരി 5 രാത്രി കരുനാഗപ്പള്ളിയിലെ നാഷണൽ ഹൈവേക്ക് സമീപം ലിഫ്റ്റ് ചോദിച്ചു നിന്ന ചാക്കോയെ സുകുമാരക്കുറുപ്പും കൂട്ടാളികളും കാറിൽ കയറ്റി. യാത്രക്കിടയിൽ ചാക്കോയ്ക്ക് മയക്കുമരുന്ന് കലർത്തിയ മദ്യം നൽകി ബോധം കെടുത്തി. തുടർന്ന് കാറിലിട്ട് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. മാവേലിക്കരയ്ക്കടുത്തുള്ള കൊച്ചാലുമൂട് എന്ന വിജനമായ സ്ഥലത്തെത്തിച്ച് മൃതദേഹം കുറുപ്പിന്റെ അംബാസഡർ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി കാറടക്കം തീയിട്ടു. സുകുമാരക്കുറുപ്പ് കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. ഈ തിരക്കഥ പാളിയത് എങ്ങനെയാണ്? പോലീസിനെ വിഡ്ഢികളാക്കാമെന്ന കുറുപ്പിന്റെ കണക്കുകൂട്ടലുകൾ പെട്ടെന്നാണ് പിഴച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ചില സംശയങ്ങൾ ഉയർന്നു. സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ഗ്ലൗസ് വഴിത്തിരിവായി. കാറ് കത്തുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളുമില്ലായിരുന്നു. മൃതദേഹത്തിൽ നിന്നും മണ്ണെണ്ണയുടെ അംശം കണ്ടെത്തിയതോടെ ബോധപൂർവം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതാണെന്ന് വ്യക്തമായി. കൂടാതെ മരിച്ചയാളുടെ ശ്വാസകോശത്തിൽ കരിയുടെ അംശം ഉണ്ടായിരുന്നില്ല. അതായത് തീ പിടിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ മരിച്ചിരുന്നു. മരണം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറുപ്പിനെ പോലെയുള്ള ഒരാളെ മാവേലിക്കരയിലെ വീട്ടിൽ കണ്ടതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് ചാക്കോയാണെന്ന് തിരിച്ചറിയുകയും കൂട്ടാളികളായ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, ഷാഹു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും മുങ്ങിയിരുന്നു. കേരള പോലീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിരഞ്ഞ പ്രതിയാണ് സുകുമാരക്കുറുപ്പ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും കുറുപ്പിനായി പോലീസ് വലവിരിച്ചെങ്കിലും പിടികൂടാനായില്ല. കുറുപ്പ് പല പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം മാറ്റിയെന്നും സന്യാസിയായി ജീവിച്ചെന്നുമൊക്കെ പല കഥകൾ പ്രചരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞതോടെ കേസ് ഫയലുകൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ മരവിച്ച നിലയിലായി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിനാൽ കുറുപ്പിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ 75-നും 80-നും ഇടയിൽ പ്രായം വരും. അതല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ടിട്ടുണ്ടാകാം. കേരള പോലീസിന്റെ റെക്കോർഡുകളിൽ ഇന്നും മോസ്റ്റ് വാണ്ടഡായി തുടരുന്ന കുറുപ്പിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു അന്തിമ വ്യക്തത വരുത്താനാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വീണ്ടും രഹസ്യാന്വേഷണം ആരംഭിക്കുന്നത്. അതേസമയം സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനായി ഒരു പുനരന്വേഷണത്തിന് നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഫയലുകൾ പരിശോധിക്കുന്നത് ഒരു സാധാരണ നടപടി മാത്രമാണെന്നാണ് പോലീസിന്റെ വിശദീകരണം.